ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ഇത് ഞാൻ ഡിജിടെക്കിൻ്റെ ട്രൈപോഡ് വാങ്ങിയതാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ട്രൈപോഡ്, റിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ട്രൈപോഡാണ്, ഡിജിടെക്കിൻ്റെയാണ് കേട്ടോ. ഇത് നല്ല ട്രൈപോഡാണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ കേടൊന്നും വന്നിട്ടില്ല. പിന്നെ ഇത് നമുക്ക് നല്ല ഹൈറ്റിൽ കിട്ടുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രിയിൽ ഇത് നമുക്ക് കറക്കാനും പറ്റും. പിന്നെ നമുക്ക് വ്ളോഗ്, കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇത് കണ്ടോ, ഇത്രയും ഹൈറ്റിൽ നമുക്കിത് നിർത്തി വെക്കാം. ആദ്യം ഞാൻ വാങ്ങിയ ട്രൈപോഡ് ചെറുതായിരുന്നു കേട്ടോ. അത് ഐഫോണ് വെക്കാൻ പറ്റിയ ട്രൈപോഡാണ് വാങ്ങിയത്. അത് ഇങ്ങനെ അത്രയും നീളത്തിലൊന്നും നമുക്ക് കിട്ടൂലായിരുന്നു. അത് പിന്നെ നമുക്കിങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ഒടിക്കും മടക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ എവിടെയെങ്കിലും ചുറ്റി വെക്കാം, അങ്ങനെയുള്ള ഒന്നായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ച് ഹൈറ്റിന് വേണ്ടിയിട്ട് വേറെ ഒന്ന് വാങ്ങി. അത് ഇത്ര റേറ്റ് ഇല്ലാത്തതായിരുന്നു, 1000 സംതിങ്ങിൻ്റെ. അപ്പോൾ അത് വേഗം കേട് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നല്ലത് വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് എപ്പോഴും നമുക്ക് അതിൽ നിന്ന് വരുമാനം ഇങ്ങോട്ട് കിട്ടിയിട്ട് അങ്ങനെ വാങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം അതിക്ക് ഒരു പൈസ ഇറക്കിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ആ ഫസ്റ്റ് വാങ്ങിയ ട്രൈപോഡിന് 329 രൂപയാണ്. അതുകൊണ്ട് കുറേ കാലം ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അത് ഞാൻ വേറൊരു ഹൈറ്റിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് ഉയരമുള്ള എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലപ്പം ഫോൺ കൈ പിടിച്ചിട്ട് എടുക്കും, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ആ പൈസ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഈ ട്രൈപോഡും റിംഗ് ലൈറ്റും ഒക്കെ വാങ്ങിയത്. പിന്നെ മൈക്ക് വാങ്ങി, ഫോൺ വാങ്ങി, ഒക്കെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, പിന്നെ നല്ല കണ്ടൻറ്റ് ചെയ്യുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കണ്ടൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട്, നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യാം. വീട്ടിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ നമ്മൾ TV കണ്ടിട്ടും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ നമ്മളെ സമയം കഴിയും. അപ്പോഴാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് എൻ്റെ ഫസ്റ്റ് ചാനൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുറേ കഴിഞ്ഞിട്ട് അടുത്ത് വേറൊരു ചാനലും കൂടെ തുടങ്ങി. നഫീസത്തുൽ സജ്ന എന്ന പേരിൽ വേറൊരു ചാനൽ തുടങ്ങി. ഇപ്പോൾ സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിൽ ഞാൻ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സൊക്കെ ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോസും മോളുടെ വീഡിയോസൊക്കെ. പിന്നെ ഞാൻ നഫീസത്തുൽ സജ്ന എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ കുറച്ച് ടൂർ പോയ കുറച്ച് വീഡിയോസ് ഇട്ടു. പിന്നെ എന്താ പറയുക, ഞാനതിൽ ഈ PSC ക്വസ്റ്റ്യൻസ്, ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ക്വിസ് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് ഫസ്റ്റ് പിന്നെ നമ്മുടെ വീട്ടുകാർക്കും നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. എങ്ങനെയെങ്കിലും നമുക്കൊരു 100 സബ്ബാക്കി കാണുക എന്നുള്ളതായിരിക്കും ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ 2 മാസം കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ആക്കിയെടുത്തു. പിന്നെ അങ്ങനെ ഇത്രയും വരെ എത്തി. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നു. ചില സമയത്തൊക്കെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടും. ഷോർട്ട് വീഡിയോ നമ്മൾ ഡെയിലി ഇടുമ്പോൾ നമുക്ക് പിന്നെ സബ്സ്ക്രൈബേഴ്സ് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കയറും. അപ്പോൾ ഇത് റിംഗ് ലൈറ്റും സ്റ്റാൻഡും കൂടിയില്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിന് 1229 രൂപയാണ് വില. അപ്പോൾ ഇത് നല്ല ഹൈറ്റുള്ളൊരു സ്റ്റാൻഡും ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ റിംഗ് ലൈറ്റ് അതുമ്പോൾ ഇപ്പോൾ എത്ര എഴുതിയിരുന്നത്, 12 ഇഞ്ച് അങ്ങനെ എന്താ തോന്നണു. ഏകദേശം നമ്മൾ ഈ ഒരു ട്രൈപോഡിൻ്റെ നമ്മളെ ക്യാമറ സ്റ്റാൻഡിൻ്റെ
അത് ക്യാമറക്കും മൊബൈലിൻ്റെ ഒക്കെ പറ്റും കേട്ടോ, അതിൻ്റെ ആ ഒരു ഹൈറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളതിന് തംബ്നെയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കൂലേ, അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് തുടച്ചിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഇത് ടേബിളിലൊക്കെ വിരിച്ചിട്ട് ഇത് വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു വൃത്തിയും ഭംഗിയും കിട്ടും. നല്ല ഡിസൈനുള്ളതും ഡിസൈൻ ഇല്ലാത്തൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബ്ലാക്കും വൈറ്റും ആണ് വാങ്ങിയിട്ടുള്ളത്. ഈ റിംഗ് ലൈറ്റിൽ നമുക്ക് പല കളറിൽ, അതായത് ഡിമ്മാക്കിയിട്ടും ഒക്കെ ആക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയത്. പിന്നെ അതങ്ങനെ സീരിയസ് ആക്കി എടുത്തു. നമ്മളിങ്ങനെ നമ്മളെ ഫ്രീ ടൈമിൽ നമുക്ക് വീഡിയോ എടുത്തിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത്, അപ്പോൾ നമ്മളിങ്ങനെ എൻഗേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കും മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. അപ്പോൾ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന, പുറത്ത് ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോലിയാണ് യൂട്യൂബ് ചാനൽ. കാരണം നമുക്ക് ഹാപ്പിനെസ്സും, നമുക്ക് പുറത്ത് പോകും വേണ്ട, വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്കിത് ചെയ്യാം. നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോസ് നമ്മളെ ഫേസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുക, അങ്ങനെ ഒരു സ്റ്റാൻഡും വെച്ച് അതിൽ മൊബൈലും വെച്ചിട്ട്, അത് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു സ്റ്റാൻഡോ ആ ഒരു മൊബൈലും ഉണ്ടെങ്കിൽ നമുക്ക് അതുമായി വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇടും ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കയ്യിൽ ഫോണും പിടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കുന്നേക്കാളും എന്തെങ്കിലും കാര്യത്തിലൊക്കെ എൻഗേജ് ആകുമ്പം നല്ലൊരു ഹാപ്പിനെസ് കിട്ടും. പിന്നെ അതിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും വ്യൂസൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതേപോലെ തന്നെ നമുക്ക് പൈസ കിട്ടുകയാണെങ്കിൽ അതും സന്തോഷം തന്നെയല്ലേ. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ചെറിയ പൈസ, നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും കിട്ടുകയാണെങ്കിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോലുണ്ട് കേട്ടോ. ആ കോല് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. അപ്പം പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിത് യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ ടേബിളുമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ എന്താണ്, ഞാനിതിൻ്റെ ഒരു സാധനം, നമ്മൾ ഈ ക്യാമറ വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് അയിമല്ലായിരുന്നു. അത് പിന്നെ വേറെ ഞാൻ ഓർഡർ ചെയ്തതാണ്. എന്തായാലും എനിക്ക് നല്ല ഹാപ്പി ഉണ്ട്. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് തന്നെ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അത് നമുക്ക് നല്ല സന്തോഷം തരുന്ന കാര്യമല്ലേ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം പൈസയൊക്കെ ഇതിക്ക് മുടക്കിയിട്ട് പിന്നെ ഇതൊന്നും വരുമാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇത്രയും പൈസയൊക്കെ ഞാനിതിന് വേണ്ടി മുടക്കി, എന്നിട്ട് ഇപ്പോൾ ഇതൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ പിന്നെ സദാ പോലെ ഉള്ളത് വെച്ച് തുടങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തന്നെ ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ല ട്രൈപോഡാണ് കേട്ടോ. പിന്നെ നമുക്ക് കൂടുതൽ പ്രൈസൊന്നും വരുന്നില്ല. 3000 രൂപേൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രൈസല്ലേ ഉള്ളൂ.